നിലക്കാത്ത ശബ്ദങ്ങളും തിരക്കും തെരുവുകളിലൂടെ പ്രതിധ്വനിക്കുന്ന ചടുലമായ നഗരമായ ആരവില്ലിൽ നിഷ എന്ന ബഹുമാനിയായ ഒരു സെൻഗുരു ജീവിച്ചിരുന്നു. അരാജകത്വങ്ങൾക്കിടയിലും ശാന്തത കണ്ടെത്താനുള്ള അവളുടെ കഴിവിന് പേരുകേട്ട മാസ്റ്റർ നിഷ തിരക്കേറിയ ജീവിതത്തിനിടയിലും ധ്യാനകലയെക്കുറിച്ച് ചെറുപ്പക്കാരും പ്രായമായവരുമായ അന്വേഷകരെ നയിച്ചു. ഒരു ദിവസം സിദ്ധാർത്ഥ് എന്ന ഒരു യുവാവ് മാസ്റ്റർ, ഇത്രയും തിരക്കുള്ള ജീവിതത്തിനിടയിൽ ഒരാൾക്ക് എങ്ങനെ ധ്യാനിക്കാൻ കഴിയും എന്ന ചോദ്യവുമായി മാസ്റ്റർ നിഷയെ സമീപിച്ചു. ദൈനംദിന ജീവിതത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ ഉള്ളിലെ ശാന്തത കണ്ടെത്തുന്നതിൻ്റെ വെല്ലുവിളികൾ മനസ്സിലാക്കിക്കൊണ്ട് മാസ്റ്റർ നിഷ അറിഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചു. വരൂ സിദ്ധാർത്ഥ്, നിഷ ആംഗ്യം കാട്ടി. തിരക്കേറിയ നഗരദൃശ്യത്തിന് പിന്നിൽ മറിഞ്ഞിരിക്കുന്ന ശാന്തമായ പൂന്തോട്ടത്തിലേക്ക് അവനെ നയിച്ചു. ഏറ്റവും തിരക്കേറിയ ജീവിതത്തിൻ്റെ തുണിത്തരങ്ങളിൽ പോലും ശാന്തത നെയ്യാൻ കഴിയുന്ന ധ്യാനകല ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ. 1. മനസ്സോടെയുള്ള ശ്വസനം. വിരിഞ്ഞ പൂക്കളാൽ ചുറ്റപ്പെട്ട ബെഞ്ചിലിരുന്ന് നിഷ സംഭാഷണത്തിന് തുടക്കമിട്ടു. സിദ്ധാർത്ഥ്, ശ്രദ്ധാപൂർവമായ ശ്വാസോച്ഛ്വാസത്തോടെ ആരംഭിക്കുക. ആഴത്തിൽ ശ്വസിക്കുക. നിങ്ങളുടെ ശ്വാസകോശങ്ങളിൽ വായു നിറയുന്നത് അനുഭവിച്ച് സാവധാനത്തിൽ ശ്വാസമെടുക്കുക. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അരാജകത്വത്തിനിടയിൽ അത് നിങ്ങളെ നങ്കൂരമിടാൻ അനുവദിക്കുന്നു. 2. ദിവസം മുഴുവൻ സൂക്ഷ്മ ധ്യാനങ്ങൾ. പൂന്തോട്ടത്തിലൂടെ ഉലാത്തുമ്പോൾ മാസ്റ്റർ നിഷ ധ്യാനത്തെ ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് നെയ്തെടുക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. സിദ്ധാർത്ഥ്, സൂക്ഷ്മ ധ്യാനങ്ങൾ പരിശീലിക്കുക. ദൈനംദിന ജോലികൾ ചെയ്യുമ്പോൾ പാത്രം കഴുകുക, നടക്കുക, അല്ലെങ്കിൽ ബസ് കാത്തു നിൽക്കുക എന്നിവയിൽ പൂർണ്ണമായി സന്നിഹിതരായിരിക്കാൻ കുറച്ച് നിമിഷങ്ങൾ എടുക്കുക. ഇത് പ്രവർത്തനത്തിലെ ശ്രദ്ധയുടെ സത്തയാണ്. 3. ഒരു വിശുദ്ധ ഇടം സൃഷ്ടിക്കുക. പൂന്തോട്ടത്തിൽ ശാന്തമായ ഒരു മൂല കണ്ടെത്തി മാസ്റ്റർ നിഷ വിശുദ്ധ സ്ഥലത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. സിദ്ധാർത്ഥ്, ധ്യാനത്തിനായി നിങ്ങളുടെ വീട്ടിലോ ജോലിസ്ഥലത്തോ ഒരു ചെറിയ പ്രദേശം നിശ്ചയിക്കുക. അത് ഒരു തലയണയോ ലളിതമായ കസേരയോ ഉള്ള ഒരു മൂലയായിരിക്കാം. ഒരു സമർപ്പിത ഇടം നിങ്ങളുടെ മനസ്സിന് വിശ്രമിക്കാൻ സമയമായെന്ന് അറിയിക്കാൻ സഹായിക്കുന്നു. 4. ശ്രദ്ധയോടെ കേൾക്കൽ. അലമുറയുടെന്നോ ഒരു തോട്ടിനരികിൽ മനസ്സോടെ കേൾക്കാൻ സിദ്ധാർത്ഥിനെ മാസ്റ്റർ നിഷ നയിച്ചു. സിദ്ധാർത്ഥ്, ശ്രദ്ധാപൂർവം കേൾക്കുന്നതിൽ ഏർപ്പെടൂ. അത് പക്ഷികളുടെ ചിലമ്പോ വാഹനത്തിരക്കിൻ്റെ ശബ്ദമോ ആകട്ടെ, വിധിയില്ലാതെ നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ലളിതമായ പ്രവൃത്തി നിങ്ങളെ വർത്തമാന നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്നു. 5. ബോഡി സ്കാൻ ധ്യാനം. ഒരു വേപ്പിൻ്റെ തണലിനു താഴെ നിഷ മാസ്റ്റർ ബോഡി സ്കാൻ ധ്യാനം അവതരിപ്പിച്ചു. സിദ്ധാർത്ഥ്, ഒരു ബോഡി സ്കാൻ പരിശീലിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാൽവിരലുകൾ മുതൽ തലയുടെ കിരീടം വരെ. ഈ വിദ്യ വിശ്രമവും അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നു. 6. ടെക്നോളജി ഡീറ്റോക്സ് ധ്യാനം. ആളുകൾ അവരുടെ ഫോണുകളിൽ മുഴുകിയിരിക്കുന്ന ഒരു ബെഞ്ചിലൂടെ കടന്നു പോകുമ്പോൾ മാസ്റ്റർ നിഷ ഒരു ടെക്നോളജി ഡീറ്റോക്സിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. സിദ്ധാർത്ഥ്, സ്ക്രീനുകളിൽ നിന്ന് മനഃപൂർവമായ ഇടവേളകൾ എടുക്കുക. നിങ്ങളുടെ ഫോണിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും മറ്റു ഉപകരണങ്ങളിൽ നിന്നും മാറി നിൽക്കുക. നിങ്ങളുടെ മനസ്സിനെ പുനരുജ്ജീവിപ്പിക്കാൻ അനുവദിച്ചുകൊണ്ട് നിങ്ങളുടെ ശ്വാസവുമായി ബന്ധപ്പെടാൻ ഈ സമയം ഉപയോഗിക്കുക. 7. കൃതജ്ഞതാ ധ്യാനം. സൂര്യൻ ചക്രവാളത്തിന് താഴെ മുങ്ങിയപ്പോൾ മാസ്റ്റർ നിഷ സിദ്ധാർത്ഥിനെ ഒരു കൃതജ്ഞതാ ധ്യാനത്തിൽ നയിച്ചു. സിദ്ധാർത്ഥ്, കൃതജ്ഞത വളർത്തിയെടുക്കുക. നിങ്ങൾ നന്ദിയുള്ള 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഓരോ ദിവസവും ഒരു നിമിഷമെടുക്കുക. ഈ പരിശീലനം നിങ്ങളുടെ തിരക്കുകളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നു. ദിവസം കടന്നു പോകുമ്പോൾ സിദ്ധാർത്ഥ് തൻ്റെ ദൈനംദിന ജീവിതത്തിൽ ധ്യാനം ഉൾപ്പെടുത്തുന്നതിൻ്റെ പ്രായോഗികത തിരിച്ചറിഞ്ഞ് ഒരു സ്പോഞ്ച് പോലെ ജ്ഞാനം ആഗിരണം ചെയ്തു. ഉത്തരവാദിത്തങ്ങളുടെ കൊടുങ്കാറ്റിനിടയിൽ ഉള്ളിലെ ശാന്തതയിലേക്കുള്ള വഴി തെളിയിക്കുന്ന ഒരു വിളക്കായി നിഷയുടെ പഠിപ്പിക്കലുകൾ മാറി. ഓർക്കുക സിദ്ധാർത്ഥ്,
പൂന്തോട്ടത്തിൻ്റെ ശാന്തതയിൽ മാസ്റ്റർ നിഷ മന്ത്രിച്ചു. ധ്യാനം ഒരു പ്രത്യേക പ്രവർത്തനമല്ല, അതൊരു രീതിയാണ്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഈ സമ്പ്രദായങ്ങൾ സമന്വയിപ്പിക്കുക. തിരക്കേറിയ നിമിഷങ്ങളിൽ പോലും നിങ്ങൾ ഐക്യം കണ്ടെത്തും. ആരവല്ലിയുടെ ഹൃദയഭാഗത്ത് തൻ്റെ തിരക്കേറിയ ജീവിതത്തെ മനസ്സു നിറഞ്ഞ നിശ്ചലതയുടെ നിമിഷങ്ങൾ കൊണ്ട് സന്നിവേശിപ്പിക്കാൻ തയ്യാറായി. ശാന്തതയുടെ ഒരു നവോന്മേഷത്തോടെ സിദ്ധാർത്ഥ് നടന്നു നീങ്ങി. ജ്ഞാനിയായ സെൻ മാസ്റ്ററുടെ പഠിപ്പിക്കലുകൾ നഗരം സ്വീകരിച്ചു. അരാജകത്വങ്ങൾക്കിടയിലും ധ്യാനം നൽകുന്ന അഗാധമായ സമാധാനത്തിൻ്റെ കാലാതീതമായ ഓർമ്മപ്പെടുത്തൽ അവ നൽകി. If you love to watch this video, you can like, share and subscribe.